150 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ കണ്ട നൃത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. മണിച്ചിത്രത്താഴ് കണ്ടിട്ടുള്ളവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സിനിമ. പക്ഷെ ഇത് സത്യത്തിൽ നടന്ന സംഭവമാണോ, അല്ലെങ്കിൽ പൂർണ്ണമായും കെട്ടുകഥയാണോ? മണിച്ചിത്രത്താഴ് പൂർണ്ണമായും റിയൽ സ്റ്റോറി അല്ല, പക്ഷേ കംപ്ലീറ്റ്ലി ഫേക്ക് എന്നും പറയാനും കഴിയില്ല. ഈ സിനിമ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന മെന്റൽ കണ്ടീഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മണിച്ചിത്രത്താഴ് ഒരു ഗോസ്റ്റ് സ്റ്റോറി പോലെ തോന്നും, എന്നാൽ ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. എന്നാൽ ഈ സിനിമയ്ക്ക് പിന്നിൽ ഒരു യഥാർത്ഥ കഥയുണ്ട്. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ചെട്ടികുളങ്ങര എന്ന സ്ഥലത്ത് ഒരു പഴയ നൃത്തക്കാരി ഉണ്ടായിരുന്നു. അവൾക്കെതിരെ നടന്ന അനീതിയുടെ ഫലമായി അവൾ കൊല്ലപ്പെടുകയും പിന്നീട് അവളുടെ ആത്മാവ് അവിടെ അലഞ്ഞു നടക്കുകയും പറയുന്ന നാടോടി കഥകളുണ്ട്. കേരള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററി സൈക്കോളജിക്കൽ ത്രില്ലറാണ് മണിച്ചിത്രത്താഴ്. 1993 പുറത്തിറങ്ങിയ ഈ ചിത്രം ഇന്നും ആളുകളെ ഭയപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു.